ഇരിക്കണം, സ്ക്രിപ്റ്റ് ചെയ്ത് പോയിന്റുകൾ കണക്ട് ചെയ്യണം, അത് ഇൻഫർമേഷൻ വേണം, നോളജ് വേണം, ബുക്കുകൾ വായിക്കണം. കാരണം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഈ ഹാബിറ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ബോറിംഗ് ആയിട്ടുള്ള കാര്യം ഇൻട്രസ്റ്റിംഗ് ആക്കി എടുത്തിട്ട് അത് എളുപ്പമാക്കി എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കുറെ കാലത്തിന് ചെയ്താൽ നിങ്ങൾ ഓൾറെഡി എക്സെപ്ഷണൽ ആയി. സിനാരിയോ ഉണ്ടല്ലോ ഈ പബ്ലിക് സ്പീക്കിംഗ് ഇതിൽ ആദ്യ ദിവസം അത്രത്തോളം സംതൃപ്തി കിട്ടിയതിനനുസരിച്ചിട്ട് രണ്ടാമത്തെ ദിവസങ്ങൾ വീണ്ടും വരും. പിന്നെ അത്രത്തോളം ഈസിയാണ്, അല്ല എത്രത്തോളം അട്രാക്റ്റീവ് ആണ്. മൂന്നാമത്തെ ഫ്രെയിംവർക്ക് എത്രത്തോളം ഈസി ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത് നടത്താൻ എത്രത്തോളം ഈസിയാണ്. എല്ലാവരും വളണ്ടിയർ ആയിട്ട് സംതൃപ്തിയോട് കൂടി അവസാനിച്ചാൽ എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് ടൈമിനെത്തും അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ആകെപ്പാട് വെള്ള പണി ഈ ഒരു ചെയർ അടുപ്പിക്കുക, ഈ ഒരു സാധനം സെറ്റ് ചെയ്യുക, എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിരുത്തുക, നറുക്കെടുക്കുക, എന്നിട്ട് ചെയ്യാന്നുള്ളതാണ്. അതത്ര ഡിഫിക്കൽട്ട് അല്ല. ഇതും ഈസി ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഇതൊരു ഹാബിറ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ ഹാബിറ്റ് ആയാൽ ഈ ഒരു കൾച്ചർ, ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ഈ ടീമിന് ഫോം ചെയ്യും. അങ്ങനെ ഈ ടീമിൽ ഈ ഒരു ഇപ്പോൾ നിങ്ങൾ ഏത് ആക്ടിവിറ്റിയാണ് അവിടെ ചെയ്യുന്നത് അതിൽ നിങ്ങൾ പതുക്കെ എക്സ്പേർട്ട് ആവും റിപ്പീറ്റ് ചെയ്യുമ്പോൾ. കാരണം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഈ ഹാബിറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ബോറിംഗ് ആയിട്ടുള്ള കാര്യം ഇൻട്രസ്റ്റിംഗ് ആക്കി എടുത്തിട്ട് അത് എളുപ്പമാക്കി എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറവാണ്. അങ്ങനെ കുറേ കാലത്തിന് ചെയ്താൽ നിങ്ങൾ ഓൾറെഡി എക്സെപ്ഷണലായി. മനസ്സിലായോ? ഓൾറെഡി എക്സെപ്ഷണലായി. ഇപ്പോൾ നിങ്ങളെ എഡിറ്റിംഗ് സ്കില്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാബിറ്റ് ബിൽഡ് ചെയ്യും. നിങ്ങളിപ്പോൾ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഡെയിലി എഡിറ്റ് ചെയ്ത ശീലമുണ്ടോ? ഒരാഴ്ചയിൽ ഒരു ദിവസം എഡിറ്റ് ചെയ്തായി, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസം തോന്നുമ്പോൾ എഡിറ്റ് ചെയ്താലായി. അതിന് സംതൃപ്തി കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം ചെയ്യൂല. ഒരു മാസത്തിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ പോയാൽ എത്ര വർഷം കൊണ്ട് നിങ്ങൾ എക്സ്പെർട്ട് ആവും. അതിന് പകരം ഡെയിലി എഡിറ്റ് ചെയ്താൽ നിങ്ങൾ എത്രത്തോളം എക്സ്പെർട്ടൈസ് വരും. ഡെയിലി പുതിയ ടൂൾസുകൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ ട്രാൻസിഷൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളൊരു വർഷത്തിൽ നിങ്ങൾ ഏത് ലെവലെത്തും. നിങ്ങൾ പ്രോ എഡിറ്ററായിട്ട് ആൾക്കാർ കാണും, ഈവൻ ഞാൻ കാണും. നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോക്ക് അതിൻ്റെ ക്വാളിറ്റി വരും. അപ്പോൾ നിങ്ങൾക്ക് ആൾക്കാർ ചെയ്യാൻ തുടങ്ങുന്നതാണ്. നിങ്ങൾക്ക് ഹൈ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എഡിറ്റ് ആർക്കോ വേണ്ടി വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട, സ്വന്തമായിട്ട് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് കരുതിയിട്ട് അത് കുറച്ചും കൂടി പൊട്ടൻഷ്യൽ ഉള്ളതാണല്ലോ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റും. അതിന് നിങ്ങൾക്ക് എത്ര ഇൻകം പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗും അങ്ങനെ ഒരുപാട് സാധ്യതകൾ അതിന് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറയാൻ ശ്രമിച്ചത് സ്കിൽ പോർട്ടിംഗ് ആണ്. ഓൾറെഡി ഉള്ള സ്കില്ലിനെ പറ്റി അവെയർ ആവുക, അതെങ്ങനെ ആ ഹാബിറ്റ് ഫോമായി, അതെങ്ങനെ എക്സ്പേർട്ടായി എന്ന് മനസ്സിലാക്കിയാൽ അതേ കാര്യം നമുക്ക് വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള സ്കില്ലിലേക്ക് ഇട്ട് കൊടുത്താൽ പുഷ്പം പോലെ നിങ്ങൾക്ക് വേണ്ട ഹൈ ഇൻകം സ്കില്ലാണെന്നുണ്ടെങ്കിൽ അത് ഒരു സ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രോബ്ലം മുഴുവൻ സോൾവ് ആവുമായിരുന്നു കരുതപ്പെടുന്ന ആ സ്കില്ല് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരു ഭയങ്കര പേഴ്സണലി ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി മേലോട്ട് പോകാൻ പറ്റും. ഒരു എക്സ്പെൻഷ്യൽ ഗ്രോത്താണ് ഉണ്ടാവുക, അതിൽ ലീനിയർ അല്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഞാൻ വളരെയധികം മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതേപോലെ എൻഗേജിങ്ങും ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളെ ശ്രദ്ധ പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം.